കല്യാണ കച്ചേരി. ഭൂമിക്ക് അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ എവിടെയോ പോകണമെന്ന് പറഞ്ഞു. എവിടേക്ക് പോകണമെന്ന്? ആ, അതൊന്നും ഞാൻ ചോദിച്ചില്ല. അലസമായി അത്ര താല്പര്യമില്ലാത്ത പോലെ കാർത്തി പറഞ്ഞു. ഇങ്ങോട്ട് വരാൻ ആ കുട്ടിക്ക് വഴി അറിയാമോ എന്തോ? ആരോടെന്നല്ലാതെ സുഭദ്ര പറയുകയാണ്. അവളെന്താ കൊച്ചു കുട്ടിയാണോ? ബസ്സിൻ്റെ ബോർഡൊക്കെ നോക്കി വായിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നൂടെ അവൾക്ക്? അമ്മ വെറുതെ എടുത്ത് തലയെ കയറ്റി വെക്കണ്ട. അവന് ദേഷ്യം വന്നു. നിനക്കെന്താടാ? ഞാൻ ആ കുട്ടിയെപ്പറ്റി ഒന്ന് ചോദിച്ചേ ഉള്ളൂ, അതിന് നീ എന്താ തുള്ളുന്നേ? സുഭദ്രയും മകനെ നോക്കി ഉച്ചത്തിൽ ചോദിച്ചു. അമ്മ എന്തിനാണ് എപ്പോഴും അവളെ ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ പാമ്പർ ചെയ്ത് നടക്കുന്നത്? അതൊരു ചെറിയ കുട്ടി തന്നെ അല്ലേ കണ്ണ? നിന്നേക്കാൾ എത്രയോ വയസ്സിന് ഇളയതാണവൾ. അത് ഓർമ്മയില്ലാതല്ല കാർത്തി അങ്ങനെ പറഞ്ഞത്. പക്ഷേ തന്നെ തഴഞ്ഞ് തൻ്റെ അമ്മ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ കാർത്തിയുടെ ഉള്ളിലും നേരിയ കുശുമ്പ് വന്നു. പെട്ടെന്നാണ് മുറ്റത്തേക്ക് മറ്റൊരു കാർ കയറി വന്നത്. കാർത്തിക്കും സുഭദ്രയും സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം അവസാനിപ്പിച്ച് അവിടേക്ക് ശ്രദ്ധ തിരിച്ചു. കാറിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നിറങ്ങുന്ന ദേവിനെ കാണെ കാർത്തി പരിചയഭാവത്തോടെ അവൻ്റെ അടുത്തേക്ക് നടന്നു. അമ്മേ, ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സാറാണ്, ദേവ് മേനോൻ. സുഭദ്രയും ദേവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ദേവ്, എന്താ പെട്ടെന്നിവിടെ? കാർത്തി കുശലം പോലെ അത് ചോദിച്ചു. അങ്ങോട്ടേക്ക് നോക്കിയ സമയത്താണ് മറു സൈഡിൽ നിന്നും ഭൂമി പുറത്തേക്ക് ഇറങ്ങിയത്. അത് കണ്ടതോടെ കാർത്തിക്കിൻ്റെ കാലുകൾ അറിയാതെ അവിടെ നിശ്ചലമായി. കാർത്തി ഭൂമിയെ നോക്കി. ഭൂമി അവിടെ നിന്ന് ആരെയും ശ്രദ്ധിക്കാതെ, ദേവിനോടൊരു നന്ദി പോലും പറയാതെ നേരെ മുറിയിലേക്ക് ഓടിപ്പോയി. സുഭദ്ര കാര്യം എന്താണെന്ന് അറിയാതെ പരിഭ്രമിച്ചു. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമായിരുന്നു ഭൂമി. ഇങ്ങോട്ട് വരുന്ന ബസ്സുകളിലൊന്നും കയറാതെ ബസ് സ്റ്റോപ്പിൽ തന്നെ നിൽക്കുന്ന കണ്ട് സംശയം തോന്നിയാണ് ഞാൻ അവൾക്കടുത്തേക്ക് ചെന്നത്. അപ്പോഴാണ് പറയുന്നത്, കാർത്തിക് സാർ എവിടെയോ പോയി, സാർ അവളോട് ബസ്സിൽ പോയിക്കോളാൻ പറഞ്ഞെന്ന്. പക്ഷേ ആളുടെ കയ്യിൽ ബസ്സിന് പോകാൻ പണമില്ല, അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുമായിരുന്നു. കുറേ നിർബന്ധിച്ച ശേഷമാണ് ബസ് വന്നിട്ടും കയറി പോകാത്തതിൻ്റെ കാരണം എന്നോട് പറയുന്നത്. ആളുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. 10 രൂപ കൊടുക്കാമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാനും ഈ വഴിയാണ് വീട്ടിലേക്ക് പോകുന്നതെന്നും ഡ്രോപ്പ് ചെയ്യാമെന്നും. ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാൻ നിർബന്ധിച്ചപ്പോൾ എൻ്റെ ഒപ്പം വന്നു. ദേവത് പറഞ്ഞു നിർത്തിയതും കാർത്തി വല്ലാതായിപ്പോയി. സുഭദ്രയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ഈശ്വര, എൻ്റെ കുട്ടി പാവം. സുഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. കാർത്തിക്കിനെ ദഹിപ്പിച്ച് കളയുമ്പോൾ ഒരു നോട്ടം നോക്കി അവർ. കള്ളം ചെയ്തു പിടിക്കപ്പെട്ട കുട്ടിയെപ്പോലെ കാർത്തിക്കിൻ്റെ മുഖം താഴ്ന്നു. അകത്തേക്ക് കയറിപ്പോയ ഭൂമിയെ നോക്കുവാനായി അവളുടെ പിന്നാലെ സുഭദ്രയും കയറിയതോടെ കാർത്തിക്കും ദേവും മാത്രം അവിടെ അവശേഷിച്ചു. കാർത്തിക് സാർ, നിങ്ങളുടെ വിവാഹം നടക്കാനിടയായ സാഹചര്യമൊക്കെ അറിയാം. പക്ഷേ എന്തു തന്നെയായാലും നമ്മൾ വിവാഹം കഴിച്ചുകൊണ്ടുവരുന്ന ആളോട് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സാറിനെപ്പോലെ ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ചേരുന്ന ഒരു പ്രവൃത്തിയാണോ സാർ ഇപ്പോൾ ഭൂമിയോട് ചെയ്തത്? സ്വയം സാറിന് ഓർക്കുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് ദേവങ്ങനെ പറഞ്ഞപ്പോൾ കാർത്തി വല്ലാതായി. ദേവിന് മുൻപിൽ കാർത്തിക്കിൻ്റെ തല താന്നുപോയി. താൻ ചെറുതായ പോലെ അവന് തോന്നി. ചേ, കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവൾക്കത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു, വെറുതെ ഷോ കാണിക്കാൻ. ദേഷ്യത്തിൽ കാർത്തി അത് സ്വയം പറഞ്ഞു. സാറില്ല സാർ, ആ കുട്ടിക്ക് അബദ്ധം പറ്റിയതാവും, അങ്ങനെ കരുതിയാൽ മതി. പോട്ടെ സാർ. ദേവ് അവൻ്റെ തോളിൽ തട്ടി. ചായ കുടിച്ചിട്ട് പോകാം, അകത്തേക്ക് വരൂ ദേവ്. നോ സാർ, ഞാൻ ഇത്തിരി ലേറ്റായി, നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാം. ദേവ് യാത്ര പറഞ്ഞു പോയി. ഇനി അമ്മ എന്തു പറഞ്ഞ് കൺവിൻസ് ചെയ്യും? മുൻപോട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് യാതൊരു എത്തുംപിടിയും അവന് കിട്ടുന്നില്ല. നാശം. മോളെ, ഭൂമി വാതിൽ തുറക്ക്, അമ്മയാ വിളിക്കുന്നേ. ഭൂമിയുടെയും കാർത്തിക്കിൻ്റെയും മുറിയുടെ വാതിലിൽ തട്ടിക്കൊണ്ട് സുഭദ്ര വീണ്ടും ഭൂമിയെ വിളിച്ചു. ഭൂമി, മോളെ. റൂമിൽ കയറി വാതിലടച്ച് അതിൽ ചാരി നിന്ന് കണ്ണീർ വാർക്കുകയാണ് ഭൂമി. സുഭദ്ര വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കെ അവൾ വേഗം കണ്ണും മുഖവും എല്ലാം തുടച്ച് വാതിൽ തുറന്നു. സോറി മോളെ,
അവളെ കണ്ടപാടെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് സുഭദ്ര അത് പറഞ്ഞത്. സാരല്ലമ്മേ, സാറിനോട് ബസ്സിൽ പോയിക്കോളാൻ പറഞ്ഞപ്പോൾ കയ്യിൽ പൈസ ഇല്ലെന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല. ഈ സംഭവം അമ്മയ്ക്ക് സാറിന് നാണക്കേടായിന്ന് എനിക്കറിയാം. സോറി. വിങ്ങി പൊട്ടി നിന്നുകൊണ്ട് സോറി പറയുന്നവളെ സുഭദ്ര അലിവോടെ നോക്കി. നീ എന്തൊക്കെയാ മോളെ പറയുന്നത്? നിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചത് അവനാണെങ്കിലും അറിയാതെങ്കിലും അമ്മയ്ക്കും ഇതിലൊരു പങ്കുണ്ടല്ലോ. അമ്മ ഇനി ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട, അതൊക്കെ കഴിഞ്ഞുപോയില്ലേ. ഇതങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മോൾ എന്തായാലും ഡ്രസ്സൊക്കെ മാറി താഴേക്ക് വാ, ചായ കുടിക്കാം. എനിക്ക് അവനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ താഴേക്കൊന്ന് ചെല്ലട്ടെ. അതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കാൻ പോയ സുഭദ്രയുടെ കയ്യിൽ കടന്നു പിടിച്ചു ഭൂമി. ദേവി, ഇത് അമ്മ എനിക്ക് വേണ്ടി സാറിനോട് വഴക്കുണ്ടാക്കാൻ പോകരുത്. അമ്മ സാറിനെ കൂടി പരിഗണിക്കണം. ഞാൻ മനസ്സുകൊണ്ടൊരു വിവാഹത്തിന് തയ്യാറെടുത്തതാണ്. പക്ഷെ സാറിനെ സംബന്ധിച്ച് ഒരു വിവാഹമേ വേണ്ടെന്ന് വെച്ച ആളുടെ ജീവിതത്തിലേക്കാണ് ഞാൻ വന്ന് കയറിയത്. സാറിന് കാര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണ്ടിവരും. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി അതല്ല, സാറിന് ഒരു തരത്തിലും ഞാനുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണെങ്കിൽ സാറിൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായി പടിയിറങ്ങിപ്പോകാനും എനിക്ക് മടിയില്ല. ഞാൻ മൂലം ഈ വീട്ടിൽ ഇനിയും യാതൊരു പ്രശ്നവും ഉണ്ടാകരുത്. എൻ്റെ അപേക്ഷയാണ്. പ്ലീസ് അമ്മേ. അവൾ കൈകൂപ്പി മനസ്സ് കല്ലാക്കി ഭൂമി അത് പറയുമ്പോൾ സുഭദ്ര മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു നോട്ടം നോക്കിയതേ ഉള്ളവളെ. ആ നോട്ടത്തിൽ ഭൂമി വിറച്ചു പോയിരുന്നു. ഭൂമിയുടെ തല കുനിഞ്ഞു. ഇനി ഒരിക്കൽ കൂടി സുഭദ്രയെ മുഖമുയർത്തി നോക്കാൻ കഴിയാത്തത്ര ഭയന്ന് നിൽക്കുകയാണ് ഭൂമി. നിങ്ങളെ തമ്മിൽ ഒരുമിപ്പിച്ചത് ഞാനാണെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനോ എനിക്കറിയാം. നീ വാ മോളെ. അത്രയും പറഞ്ഞ് കാറ്റുപോലെ സുഭദ്ര താഴേക്ക് പോയി. നെഞ്ചിൽ കൈവച്ച് ചെറിയൊരു പേടിയോടെ ഭൂമി അവരുടെ പോക്ക് നോക്കി നിന്നു. ലിവിംഗ് റൂമിലെ സോഫയിൽ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുകയാണ് കാർത്തി. ആ, നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലേ? എന്നു മുതലാണ് നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയത്? സുഭദ്ര അത് ചോദിച്ചിട്ടും കാർത്തി മറുപടിയൊന്നും പറയാതിരിക്കുന്നത് അവരുടെ ദേഷ്യം വീണ്ടും കൂടി. നിന്നോടാണ് കാർത്തി ഞാൻ ചോദിച്ചത്. നിനക്ക് കേട്ടുകൂടെ? എവിടുന്നോ വന്നു കയറിയ ഒരു പെണ്ണിന് വേണ്ടി അമ്മ എന്തിനാണ് എന്നോട് ദേഷ്യം കാണിക്കുന്നത്? ഞാനും അനു ഇഷ്ടത്തിലാണെന്നുള്ള കാര്യവും ഈ വിവാഹം നടക്കാനുണ്ടായ സാഹചര്യവുമെല്ലാം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? എനിക്ക് അനുവിനെ മറക്കാൻ കഴിയുന്നില്ലമ്മേ. ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി. അതിനെനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അമ്മ ഇപ്പോൾ വാദിക്കുന്നത് മുഴുവനും ഒരു പെണ്ണിന് വേണ്ടിയല്ലേ? അതുപോലെ തന്നെ ഒരു പെണ്ണാണ് അനു. ഒരു പെണ്ണിന് വേണ്ടി വാദിക്കുന്ന അമ്മ എന്തേ മറ്റൊരു പെണ്ണിൻ്റെ വേദന മനസ്സിലാക്കാതെ പോകുന്നു? അമ്മയും ഒരു പെണ്ണല്ലേ? ഈ പറഞ്ഞതിനൊക്കെ നീ വിഷമിക്കുന്ന ഒരു ദിവസം വരും. നീ പറയുന്ന അനുപമ, അവളുടെ യഥാർത്ഥ സ്വഭാവം നേരിട്ടറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു തരത്തിലും ചേരുന്ന ഒരു ബന്ധമല്ല അവളുടേതെന്ന്. പണത്തിൻ്റെയോ സ്വത്തിൻ്റെയോ യാതൊന്നിൻ്റെ അടിസ്ഥാനത്തിലല്ല അമ്മ പറയുന്നത്. സ്വഭാവത്തിന് മാത്രം മുൻതൂക്കം കൊടുത്ത് പറയുകയാണ്. നമുക്കൊരിക്കലും ചേരാത്ത ഒരു ബന്ധമാണ് അനുപമയുടേത്. നീ അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടും. ആ ദിവസം വിദൂരമല്ല മോനെ. ഇത് സുഭദ്രയുടെ വാക്കുകളാണ്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഭൂമിയെ ഭാര്യയെ സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. അമ്മ ആ ഭീഷണി മുഴക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. ഒരു മുറിയിൽ രണ്ട് അപരിചിതരെ പോലെ കഴിയുന്നതിലും എത്രയോ നല്ലതാണമ്മേ പിരിഞ്ഞു പോകുന്നത്. എനിക്കവളോട് വെറുപ്പാണ്. എൻ്റെ കൺമുമ്പിൽ പോലും വരുന്നത് എനിക്കിഷ്ടമല്ല. ബാക്കി പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ സുഭദ്രയുടെ കയ്യ് കാർത്തികിൻ്റെ കവളിൽ പതിഞ്ഞിരുന്നു. ഞെട്ടലോടെ അവരെ നോക്കുന്ന അവൻ കണ്ടിരുന്നു. മുകളിലെ നിലയിൽ അവരമ്മയുടെ മുന്നേ സംസാരങ്ങളെല്ലാം കേട്ടുകൊണ്ട് കണ്ണ് നിറച്ചു നിൽക്കുന്ന ഭൂമിയെ കാർത്തികിൻ്റെ കണ്ണിൽ പകയെരിഞ്ഞു. എല്ലാം ഉണ്ടാക്കി വെച്ചത് ഇവൾ ഒരുവൾ മാത്രമാണ്. എന്നിട്ട് നിന്ന് മൂങ്ങുന്നു, കള്ളക്കണ്ണീർ കാണിച്ച് നിൽക്കുന്നു. അവൻ തൻ്റെ കവളിൽ കൈ ചേർത്തുകൊണ്ട് ഭൂമിയെ നോക്കി. ആ പാവം പെൺകുട്ടിയുടെ മിഴികളിൽ
നിസ്സഹായത തളം കെട്ടി നിന്നു. തുടരും.